അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഈ അധമൻ ഈ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ ആ ക്രിമിനലിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ മലയാള പത്രപ്രവർത്തക പാരമ്പര്യത്തിൽ, മലയാളത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് പാരമ്പര്യത്തിലെ ഏറ്റവും അപലപനീയമായ, ഏറ്റവും ലജ്ജാകരമായ ഒരു ദൃശ്യമായിരുന്നു അത്. ഈ ഒരു കാമപിശാചിനെ കൊണ്ട് നിർത്തിയിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്, അവനെ വെള്ളപൂശുകയാണ്. ഗോവിന്ദസ്വാമിയെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അരുണ് ആ ഒരു അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെയും കൊണ്ടിരുത്തി അരുൺ പറയിപ്പിക്കും, സൗമ്യയെ ഞാൻ ഒരു മകളോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ വാരിപ്പുണർന്നതായിരുന്നു, അപ്പോൾ ആ പെൺകുട്ടി മരിച്ചുപോയി എന്നൊക്കെ ആയിരിക്കും ഗോവിന്ദസ്വാമി പറയുക. അതും അരുൺ പറയിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ അരുൺ അങ്ങനെ ചെയ്തു. പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണ് ഇപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. എന്ന് പറഞ്ഞ് തുപ്പുകയാണ് അഞ്ജു പാർവതി പ്രബീഷ്. ആ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റോറിയൽ ഡെസ്കിലേക്കാണ്, ഈ മൊട്ട അരുണിന്റെ മുഖത്തേക്കാണ് ഈ അഞ്ജു പാർവതി തുപ്പുന്നത് കേട്ടോ. എന്നിട്ട് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ് ഇങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. ഏറ്റവും ആപ്റ്റായ പദപ്രയോഗമാണ് അഞ്ജു പാർവതി നടത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം, ഇതിന് പറയാ കോഴിത്തരം എന്നാണ്. അതിൽ ഒരുപാട് കോഴികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. മൊട്ടാരും ചെയ്തതുപോലെ കൊലയാളിയെ കൊണ്ടിരുത്തിട്ട്, ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ കൊലയാളിയെ മുന്നിൽ കൊണ്ടിരുത്തി വെള്ള പൂശുക എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായ പരിപാടി